ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ നല്ലൊരു പൊസിഷനിലിരിക്കുമ്പോൾ അതിനിപ്പം മന്ത്രിമാരായാലും മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിൽ വേറെ ഏത് ഉദ്യോഗസ്ഥരായാലും ഇപ്പം നമുക്ക് ആ ഒരു അധികാരത്തിലിരിക്കുന്നത് വലിയൊരു പ്രൗഢിയായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കും. പക്ഷേ ഒരു സമയത്ത് നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. അന്നേരമാണ് നമ്മൾ ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യുന്നതും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കുന്നത് ആ സമയത്തായിരിക്കും അല്ലേ. അപ്പോഴായിരിക്കും നമുക്ക് അത്രയും കാലം അതിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ആ പൊസിഷൻ്റെ ഒരു വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കി കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അന്നേരമായിരിക്കും. അപ്പോൾ ഈ അധികാരമുള്ളപ്പോഴും നമ്മളൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്തിട്ടും ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ നമ്മളെ ആ ഒരു ഉയർന്ന പൊസിഷനിലിരിക്കുമ്പോൾ നമുക്ക് എതിരാളികൾ ഒത്തിരി ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയത്. എൻ്റെ ഉള്ള ഒരു കാഴ്ചപ്പാട് അതാണ് കേട്ടോ. ഒത്തിരി നമ്മൾ നല്ലൊരു പൊസിഷനിൽ ഒരാൾ നല്ലൊരു വ്യക്തിയായിരിക്കും. പക്ഷേ നമുക്ക് എന്തെങ്കിലും നമ്മൾ പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോവുകയോ ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് ഇപ്പം മീഡിയാസൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അതിനെ ആ ഒരു ഇതിൽ പിടിച്ചിട്ടായിരിക്കും നമ്മളെ വിലയിരുത്തുന്നത്. ചിലപ്പോൾ ഒരു ചെറിയൊരു കാര്യമായി അതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കും. ഇല്ലെങ്കിൽ വേറെ ഒന്ന് നമ്മൾ അവത്തവശ പറഞ്ഞു പോകണമെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ വോട്ട് കൊണ്ട് വന്ന് അത് വേറൊരു രാഷ്ട്രീയ പ്രശ്നമോ ഇല്ലെങ്കിൽ വ്യക്തിഹത്യയൊക്കെ ചെയ്യുന്ന സമയമാണിത്, ഒത്തിരി മീഡിയാസും കാര്യങ്ങളും. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ അധികാരത്തിൽ വരുന്നവരായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരായാലും നമ്മൾ അധികാരത്തിൽ ഇരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ നല്ലത് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ പബ്ലിക്കിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഒന്ന് സൂക്ഷിച്ച് പറയുക, ഒന്ന് ചിരിക്കുക എല്ലാവരുടെ അടുത്തും. ഇപ്പം ജനങ്ങൾ പ്രതീക്ഷയോടെ കൂടിയാണ് മന്ത്രിമാരെയും ഓരോരുത്തരെയൊക്കെ നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മളത് എന്തായാലും അത് നിറവേറ്റി കൊടുക്കുക. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം പഴയ ആൾക്കാരായാലും എല്ലാം ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ചെറിയൊരു കാര്യം മതി, അതൊരു വലിയ ഒരു പൊട്ടിത്തെറിക്കും. പിന്നെ അത് നിങ്ങളുടെ അടുത്തൊരു നമ്മൾ എന്തെങ്കിലും മത്സരിക്കുമ്പോഴൊക്കെ അതായിരിക്കും ഏറ്റവും ഹൈലൈറ്റായിട്ട് മീഡിയാസ് എല്ലാം എടുത്ത് കാണിക്കുന്നത്. അപ്പം പരമാവധി നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിൽ നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി നോക്കുക. ജനങ്ങളും ഇപ്പം ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് പലതും നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പബ്ലിക്കിൽ ഇപ്പം വരുമ്പോൾ നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് ചിരിച്ച മുഖത്തോടു കൂടി അവരുടെ സംസാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് വീണ്ടും ഒരു മനസ്സിലൊരു നല്ലൊരു ആളാണ്, നമുക്ക് ഉപകാരം ഉണ്ടെന്നുള്ള രീതിയിൽ അടുത്തും അവരെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി നോക്കും. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഈ തോൽക്കുന്ന ആൾക്കാരും. പക്ഷെ ചെറിയൊരു പിഴവിലൂടെ ആയിരിക്കും അത് മറ്റുള്ള പാർട്ടിക്കാരോ ഇപ്പം രാഷ്ട്രീയമാണെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാർ അതിനെ വലിയ രീതിയിൽ പ്രചാരണം ചെയ്തായിരിക്കും മറ്റേ എതിരാളികളെ തോൽപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇട കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി നിങ്ങളുടെ മനസാക്ഷിക്ക് ഒത്തു ചെയ്യുക. അതായിരിക്കും ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭരിക്കാനും പറ്റും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഇപ്പം നമ്മൾ അഴിമതിക്കും മറ്റൊന്നും കൂട്ടു നിൽക്കാതെ പരമാവധി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, ഒരു രാഷ്ട്രീയക്കാരുടെ കൂടെ നിന്നിട്ട് ആ രാഷ്ട്രീയ പാർട്ടി മാറുമ്പോഴത്തേക്കും വീണ്ടും ഇപ്പം ആരാണോ തെറ്റ് ചെയ്യുന്നത് അത് ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്തിരുന്ന എന്നായാലും പിടിക്കപ്പെടും അല്ലേ. അപ്പോൾ ആ ഒരു തെറ്റിന് കൂട്ടു നിൽക്കാതെ ഇരിക്കുക. ജനങ്ങൾ നിങ്ങളെ ഇപ്പോൾ ഉദ്യോഗസ്ഥരായാലും ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങളെ നിന്ന് പെട്ടെന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ അത് നേരെ വിപരീതമാകുമ്പോഴും അതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജനങ്ങൾക്ക്. അപ്പോൾ ഇനി എന്തായാലും പുതിയതായിട്ട് വരുന്ന സർക്കാരും നല്ല രീതിയിൽ ഭരിക്കാനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഓരോ പ്രതീക്ഷയോടെ ആയിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ നിറവേറ്റുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.